ഹലോ ഹായ് ഫ്രണ്ട്സ്, ലവ് ആൻഡ് ജെ ഫാമിലി വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ ആണ്, എന്നാലും എക്സസൈസിൻ്റെ പേരിൽ നമുക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങാം. സോ ഞാനും ഫാമിലിയായിട്ട് പുറത്തിറങ്ങിയാണ്. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്, അതുകൊണ്ടാണ് തോന്നുന്നു ഒരുവിധം എല്ലാവരും റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ട്രാഫിക് ഉള്ള ദിവസമാണ് ഇന്ന്. ഇത്രയും വാഹനങ്ങൾ ഒന്നിച്ച് നിരത്തിൽ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം പല പല ഫെയർ ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരധികം പുറത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും പുറത്തിറങ്ങുന്നൊരു സിറ്റുവേഷനാണ്. കാരണം എത്ര കാലമായിട്ടാണ് നമ്മൾ വീടിൻ്റെ അടുത്ത് അടച്ചിരിക്കുക എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമല്ലോ. പിന്നെ ഇത് വീക്കെൻഡിലാണ്. അയ്യോ ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് മോളൊന്ന് വീണിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടുത്തെ കുട്ടികളെ നമ്മൾ ഡീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് അവർ പിന്നെ കളിക്കുമ്പോൾ വീണ് കഴിഞ്ഞാൽ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികളെ എടുത്തിട്ട് അവർ താലോലിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു രീതി പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കുട്ടികൾ വീണ് കഴിഞ്ഞാൽ അവർ തന്നെ സ്വന്തമായിട്ട് എഴുന്നേറ്റ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്കൊരു കോൺഫിഡൻസ് ലെവലിൽ കൂടും എന്നാണ് പറയുന്നത്. നാട്ടിൽ പൊതുവെ കാണാത്തൊരു സംഗതിയാണ് സ്ട്രീറ്റ് പാർക്കിംഗ്. ഇവിടെ UK ഇത് കോമൺ ആണ്, സ്ട്രീറ്റ് പാർക്കിംഗ്. നമ്മുടെ നാട്ടിലുള്ള പോലെ വലിയ വീടും അങ്ങനത്തെ ഉണ്ടാവില്ല, എല്ലാം കണക്റ്റഡ് ആണല്ലോ. അതേപോലെ ഒന്നെങ്കിൽ സെമി ഡിറ്റാച്ച്ഡ് ഹോമായിരിക്കും, പിന്നെ പാർക്കിങ്ങിനൊരു സ്പേസ് വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാം റോഡ് സൈഡ് പാർക്കിംഗ് ഇവിടെ അലൗഡാണ്. Is it okay? Okay. ഇതുപോലുള്ള TFLൻ്റെ ഡബിൾ ഡെക്കർ ബസ് ഇവിടെ കോമൺ ആണ്. ഇതിൽ യാത്ര ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ NFC ഉള്ള ബാങ്കിൻ്റെ ATM കാർഡ് വേണം, അല്ലെങ്കിൽ ഓയിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു കാർഡുണ്ട്, അത് വാങ്ങി അതിൽ ക്യാഷ് ടോപ്പപ്പ് ചെയ്തിട്ട് ഡ്രൈവറെ എടുത്ത് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളോട്ട് കയറുക. ഡ്രൈവർ അവിടെ ഒരു ഓയിസ്റ്റർ റീഡർ ഉണ്ട്, അതിൽ ടച്ച് ചെയ്യണം. അപ്പം ലണ്ടനിൽ യാത്ര ചെയ്യാൻ ഒരു ദിവസം 4.50 എന്നാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് അറിയില്ല. 4.50 വരെ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്, അതായത് ഒരു ട്രിപ്പിന് 150 ആണ്. അതുതന്നെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു 4-5 ബസ് കയറി കഴിഞ്ഞാലും ആ 150 മാത്രമേ ആവുള്ളൂ. 150 1 പൗണ്ട് 50 പെൻസ്. അങ്ങനെ 4 പൗണ്ട് 50 പെൻസ് ആയിക്കഴിഞ്ഞാൽ ആ ഡേ പിന്നെ ഫുൾ ഫ്രീ ആണ്. അപ്പം പൊതുവെ എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അധികം ബസ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം കൺവീനിയൻ്റ് ആണ്, എവിടെ വേണമെങ്കിലും പോയിട്ട് ഇറങ്ങാം, എവിടെ നിന്ന് വേണമെങ്കിലും കയറാം. 4.50 കൊണ്ട് ഒരു ഇത് എല്ലാ സ്ഥലത്തും ചുറ്റും ചെയ്യാം. അടുത്ത ബസ്സിലാണ്. ഏതായാലും ട്രിപ്പ് വേസ്റ്റ് ആക്കിയില്ല. ടെസ്കോയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കാണാം, അത്യാവശ്യമുള്ള ഷോപ്പുകൾ മാത്രമാണ് ഇപ്പോഴും തുറന്നിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു മാർച്ച് വരെ അങ്ങനെ തന്നെ പോകുന്നതാണ് ന്യൂസിൽ കാണുന്നത്. ഫുഡ് ഐറ്റംസ് അത് ഓപ്പണാണ്, ബാക്കിയുള്ള ഷോപ്പുകൾ ക്ലോസാണ്. ഇവിടെയും കുറേ ആൾക്കാർ ഇതാ നടന്നു വരുന്നുണ്ട്. വെയിലുള്ളൊരു കിട്ടിയ ദിവസമല്ലേ, അത് എങ്ങനെ മുതലാക്കുക എന്നുള്ള രീതിയിലാണ് ആൾക്കാർ നടക്കുന്നത്.
കാരണം നമ്മുടെ എല്ലാ ദിവസവും ഇതേപോലെ ഒരു വെയിൽ കിട്ടാറില്ല. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഓൺലൈൻ ഗ്രോസറി ഷോപ്സും ആമസോൺ പോലെ ഉള്ള ഫേംസാണ്. അവർ ഡയറക്റ്റ് ഹോം സർവീസുകൾ ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് UK-ൽ. എനിക്ക് തോന്നുന്നത് ഇൻ ഫ്യൂച്ചർ ഇതേപോലെ ഡയറക്റ്റ് ടു ഹോം എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് UK-ൽ മാത്രമല്ല എല്ലാ കൺട്രിയിലും ഉണ്ടാവുക. കാരണം ആർക്കും സമയം ഉണ്ടാവില്ല. സോ ഓർഡർ ചെയ്യുക, വീട്ടിലെത്തിക്കുക. അതായിരിക്കും ഈ ഒരു ട്രെൻഡ് എന്ന് തോന്നുന്നു. വീടിൻ്റെ മുകളിൽ ആ ഏരിയയിൽ എവിടെയും കണ്ടു ഓർമ്മയുണ്ടോ? അപ്പം നാട്ടിൽ ഈ ഒരു ഏരിയയിൽ പൊതുവെ ഇപ്പം കാണാറില്ലല്ലോ. എല്ലാം ഡിഷും കേബിളൊക്കെ ആയിട്ടില്ലേ. ഇവിടെ ഇപ്പോഴും പല വീടുകളും ഈ ഫ്രീ സർവീസ് യൂസ് ചെയ്യാറുണ്ട്. ആ മരങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, ഒറ്റ ഇല പോലും അതിലില്ല. കാലാവസ്ഥ മാറിയതിൻ്റെ ഒരു എഫക്റ്റാണത്. ഇനി മൊത്തം അടുത്ത ഇലകളെല്ലാം തിരിച്ചു വന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് അത് വളർന്നു. ഒരു വെറൈറ്റി സാധനം കാണിച്ചു തരാം. ഈ മരത്തിൻ്റെ മുകളിൽ വെറൈറ്റി ആയിട്ടുള്ളത് ലോക്ക്ഡൗൺ കാരണം കാര്യമായിട്ടൊരു പണി കിട്ടിയൊരു സ്ഥാപനമാണ് കാണുന്നത്. പബ്ബ് ഒരുവിധം എല്ലാ ഏരിയയിലും കാണുന്നതെന്നാണ്. ഇവർക്ക് കാര്യമായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് ലോക്ക്ഡൗൺ കാരണം. ഇവൻറ്റ്സ് ഒന്നും നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്രാഫിറ്റി ആർട്ടിസ്റ്റുകൾ ഇവിടെ കുറേ ഉണ്ട്. അവർ ചെയ്ത വർക്കുകൾ കാണണമെങ്കിൽ ക്യാംപ്ടൺ ടൗൺ പോലുള്ള ഏരിയയിൽ പോകണം. കണ്ടിരുന്നു പോകും. അത്രയും അടിപൊളി പെയിൻറ്റിങ്സാണ് അവർ ചെയ്യാറ്. Love NJ family.